So next is mass moment of inertia. നമ്മൾ moment of inertia പറഞ്ഞിട്ടുണ്ടായിരുന്നത് it was area into square of the distance. Mass moment of inertia എന്ന് പറഞ്ഞാൽ നമ്മൾ മാസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. Okay. So mass into square of the distance from the axis. അതാണ് mass moment of inertia. So mass moment of inertia of a body about an axis is defined as the sum total of product of its elemental masses and square of their distance from the axis. So suppose ഒരു മാസ് കൺസിഡർ ചെയ്യാണ്, ഒരു ബോഡി കൺസിഡർ ചെയ്യാണ്, അതിലൊരു ചെറിയ എലമെൻറ്റ് മാസ് dm കൺസിഡർ ചെയ്തു, ആൻഡ് യു ആർ ഫൈൻഡിങ് ദി മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സിസ് എ ബി. സോ യു ക്യാൻ റൈറ്റ് IAB is equal to integral r square dm. ഓക്കെ, ഇനി മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ കുറച്ച് ഇക്വേഷൻസ് ആണ്. മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് തിൻ സർക്കുലർ ഡിസ്ക്, ദാറ്റ് ഇസ് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. IZZ is equal to mr square by 2 and IXX IYY is equal to mr square by 4. ഇതേപോലെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിലിണ്ടർ, ദാറ്റ് ഇസ് IXX is equal to m by 12 into 3r square plus h square. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. അത് വെച്ച് ഏത് ആക്സിസിലേക്കാണോ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണേ, ആ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആയിരുന്നു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ആക്സിസ് അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കൺസിഡർ എ സ്മോൾ ഏരിയ DA. ദ മൊമെൻറ്റ് ഓഫ് ദിസ് ഏരിയ എബൌട്ട് എക്സ് ആക്സിസ് ഇസ് y ഇൻറ്റു DA. ഓക്കെ, എക്സ് ആക്സിസിലേക്കുള്ള മൊമെൻറ്റ് എന്ന് പറയുന്നത് DA ഇൻറ്റു y ആണ്. ഓക്കെ, നൗ ദ മൊമെൻറ്റ് ഓഫ് YDA, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച YDAയുടെ ഒന്നും കൂടി നമ്മൾ മൊമെൻറ്റ് എടുക്കുകയാണ് എബൌട്ട് ദി ആക്സിസ് OY. ദെൻ വി ക്യാൻ റൈറ്റ് എക്സ് ഇൻറ്റു, അച്ഛാ ഈ ഡി എന്ന് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു DA. ഓക്കെ, സോ ദിസ് എക്സ് ബൈ DA ഇസ് നോൺ ആസ് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഏരിയ DA വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. സോ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ രണ്ട് ആക്സിസും കൺസിഡർ ചെയ്യും. അപ്പോൾ രണ്ട് ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ദ ഇൻറ്റഗ്രൽ എക്സ് ബൈ DA ഇസ് നോൺ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ A വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. സോ വി ക്യാൻ റൈറ്റ് IXY is equal to integral XY DA. ഓക്കെ, ഈ ഇൻറ്റഗ്രലിനെ ഇനി മാറ്റി എഴുതുന്നതാണ് സിഗ്മ XI YI AI. ഇനി കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ളത്, പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസ്റ്റൻസ് എക്സ് ആൻഡ് വൈ. ഓക്കെ, ഒന്നെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആവാം, നെഗറ്റീവ് വാല്യൂ ആവാം, സീറോ വാല്യൂ ആവാം. ഇനി സെക്കൻഡ് വൺ ഇസ് ഇഫ് ദ ഏരിയ ഇസ് സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൺ ഓർ ബോത്ത് ആക്സിസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി സീറോ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. സി, ഈ ഒരു ഷേപ്പിന് കറസ്പോണ്ടിങ് ടു എക്സ് ആൻഡ് വൈ ആണ് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇതിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ഈ ബോഡി എന്ന് പറയുന്നത് സിമെട്രിക്കലാണ്. ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ദ വാല്യൂ ഫോർ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി സീറോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിമെട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ്. ദ സ്മോൾ ഏരിയ DA വിച്ച് ഇസ് സിമെട്രിക്കൽ അബൌട്ട് y axis has coordinates x, y and minus x, y. The corresponding product of inertia for small area DA are. അപ്പോൾ ഈ രണ്ട് DAയുടെയും പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കുന്നത്. പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഈ സൈഡിൽ, ദാറ്റ് ഇസ് റൈറ്റ് സൈഡിലുള്ള DA കൊണ്ടുണ്ടാകും പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എക്സ് ബൈ DAയും ലെഫ്റ്റ് സൈഡിൽ വരുന്ന പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ മൈനസ് എക്സ് ബൈ DA. സോ ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണത്തിൻ്റെ സമ്മായിരിക്കും. So you will get x by DA minus x by DA which will be equal to 0. So if the axis is symmetrical about ഒന്നുകിൽ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷനിൽ സിമെട്രിക്കൽ ആണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി സീറോ. നെക്സ്റ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ്. ഒരു ബോഡിയുടെ സെൻട്രോയിഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ അതും സീറോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫോർമുല, ദാറ്റ് ഈസ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം പറഞ്ഞ പോലെ തന്നെ ഇഫ് വി ഹാവ് ടു ഫൈൻഡ് ദി
product of inertia about an axis. Okay, so സെൻട്രോയിഡ് അല്ലാത്ത ഒരു ആക്സിസിലേക്കുള്ള പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ അതിലുള്ള ഇക്വേഷനാണ് ഐ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഐ ജി എക്സ് വൈ പ്ലസ് എ എക്സ് ബാർ വൈ ബാർ. ഓക്കെ, നൗ ദ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്റ്റാങ്കുലർ ഏരിയ. സോ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. വി ഹാവ് ദ ഇക്വേഷൻ ഐ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് വൈ ഡി എ. ഓക്കെ, ഇതിൽ എക്സ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പിൻ്റെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഉണ്ട്, അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ് എക്സ്, ദാറ്റ് ഇസ് ബി ബൈ 2. വൈ എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് മെഷർ ചെയ്യുന്നതാണ്. ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി വൈ. സോ വൈ വിൽ വേരി ഫ്രം 0 ടു ഡി. സോ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ യുൽ ഗെറ്റ് ദി വാല്യൂ എസ് ബി സ്ക്വയർ ഡി സ്ക്വയർ ബൈ 4. ഇതാണ് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഫോർ റെക്റ്റാങ്കുലർ ഏരിയ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ഫോർമുല വെച്ചിട്ടും കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഐ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഐ ജി എക്സ് വൈ പ്ലസ് എ എക്സ് ബാർ വൈ ബാർ. സോ ഐ ജി എക്സ് വൈ ഇത് സിമെട്രിക്കലായി കാരണം, ഓക്കെ, ഒന്ന് സിമെട്രിക്കലായി കാരണം നമുക്ക് ഐ ജി എക്സ് വൈ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0 പ്ലസ് ഏരിയ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ഇൻറ്റു ഈ റെക്റ്റാങ്കിളിൻ്റെ എക്സ് ബാറും വൈ ബാറും വിത്ത് റെസ്പെക്ട് ടു ഒ എക്സ് ആൻഡ് ഒ വൈ ആക്സസ് ആണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ബി ബൈ 2 ആൻഡ് ഡി ബൈ 2. ഫ്രം ദിസ് യു വിൽ ഗെറ്റ് ഐ എക്സ് വൈ എസ് ബി സ്ക്വയർ ഡി സ്ക്വയർ ബൈ 4. ഇനിയൊരു പ്രോബ്ലം ആണ്. ഡിറ്റർമൈൻ ദി പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഈക്വൽ ആംഗിൾ സെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സസ്. ഓക്കെ, സോ ഒരു ആംഗിൾ സെക്ഷൻ തന്നിട്ടുണ്ട്, എൽ സെക്ഷൻ. സോ എൽ സെക്ഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, രണ്ട് റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം ഐ ജി എക്സ് വൈ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഐ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ വൺ എക്സ് വൺ വൈ വൺ പ്ലസ് എ ടു എക്സ് ടു വൈ ടു. സോ രണ്ട് റെക്റ്റാങ്കിളുടെയും ഏരിയാസ് എഴുതാം. ആൻഡ് എക്സും വൈ എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് ആക്സിസിനെ കറസ്പോണ്ടിങ് ആയിട്ട് വേണം എക്സ് ആൻഡ് വൈ മെഷർ ചെയ്യാൻ. ഓക്കെ, സോ എ വണ്ണിൻ്റെ കേസിൽ എക്സ് എന്ന് പറയുന്നത് 40/2 20 വരും, വൈ എന്ന് പറയുന്നത് 10/2 5 എന്ന് വരും. ഓക്കെ, 40/2 വന്നു, 10/2 വന്നു. ഇനി സെക്കൻഡ് ഏരിയ എടുക്കുകയാണെങ്കിൽ, സെക്കൻഡ് റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ x2 എന്ന് പറഞ്ഞാൽ വിൽ ഗെറ്റ് 10/2. ഓക്കെ, ഇതാണ് 10/2 5 എന്നും വരും. നെക്സ്റ്റ് വരുന്നത് എനിക്ക് ഈ പോയിന്റിൽ നിന്ന്, ദാറ്റ് ഈസ് ഈ സ്റ്റാർട്ടിങ്ങിന് ഇതിൻ്റെ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ ഇത്രയും പോർഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് എത്ര വരും, 30/2, ദാറ്റ് ഈസ് 15 വരും. 30/2 15 പ്ലസ് ഈ 10 കൂടി ചെയ്ത് വിൽ ഗെറ്റ് 25. അങ്ങനെയാണ് ഐ എക്സ് വൈ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ആണ് നോക്കുന്നത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഐ എക്സ് വൈ കണ്ടുപിടിക്കണം. സോ നമ്മളൊരു തിൻ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഡി എ എന്ന് പറഞ്ഞാൽ B1 ഇൻറ്റു ഡി വൈ. B1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് വെച്ചിട്ട് B1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. സോ വിൽ ഗെറ്റ് B1 ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച് മൈനസ് വൈ ബൈ എച്ച്. ഇനി നമ്മൾ ഐ എക്സ് വൈ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇൻ്റഗ്രൽ എക്സ് വൈ ഡി എ. അതിൽ എക്സ് എന്ന് പറയുന്നത് B1/2 വരും, വൈ നമ്മൾ വൈ ആയിട്ട് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ഡി എ എന്ന് പറയുന്നത് B1 ഇൻറ്റു ഡി വൈ. ഇനി B1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ, ദാറ്റ് ഇസ് ബി ഇൻറ്റു എച്ച് മൈനസ് വൈ ബൈ എച്ച്, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്, ഇൻ്റഗ്രേൻ ലിമിറ്റ്സ് പറഞ്ഞാൽ ഇറ്റ് വേരീസ് ഫ്രം 0 ടു എച്ച്. സോ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ ഫോർ ഐ എക്സ് വൈ എസ് ബി സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 24. ഇനി ഈ കേസിൽ നമുക്ക് ഐ ജി എക്സ് വൈ കണ്ടുപിടിക്കണം. ഓക്കെ, ഐ ജി എക്സ് വൈ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി 0, എന്നൊരു വാല്യൂ ഉണ്ട്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ വാല്യൂ ഐ എം യൂസിങ് ദ ട്രാൻസ്ഫർ ഫോർമുല ഐ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഐ ജി എക്സ് വൈ പ്ലസ് എ എക്സ് വൈ. ഓക്കെ, സോ ഐ ജി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഐ എക്സ് വൈ മൈനസ് എ എക്സ് വൈ, അച്ഛാ എ എക്സ് ബാർ വൈ ബാർ. ഐ എക്സ് വൈ ഇവിടെ കിട്ടിയിട്ടുണ്ട് ബി സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 24 മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഹാഫ് ബി എച്ച് ഇൻറ്റു
എക്സ് ബാറും വൈ ബാറും. എക്സ് ബാറും വൈ ബാറും എങ്ങനെ വരും? ഈ ഒരു എഡ്ജിൽ നിന്നാണ് എടുക്കുന്നത്. പോയിൻറ്റഡ് എഡ്ജ് അല്ല, ബേസ് എഡ്ജിൽ നിന്നാണ് എടുക്കുന്നത്. ഇറ്റ് വിൽ ബി b/3 ആൻഡ് h/3. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് IgXY as -b²h²/72. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ക്വാർട്ടർ സർക്കിൾ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ സോൾവ് ചെയ്തിട്ടില്ല, അതിൻ്റെ വാല്യൂസ് മാത്രം പറയാം. ദാറ്റ് ഇസ് IXY വിൽ ബി r⁴/8 and IgXY will be -0.0165 r⁴. ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് വിത്ത് റെസ്പെക്ട് ടു OX ആൻഡ് OY കണ്ടുപിടിക്കണം. സോ നമ്മൾ IXY ഇൻ ട്രാൻസ്ഫർ ഫോർമുല എഴുതാണ്. ദാറ്റ് ഇസ് IG1 x1 y1 പ്ലസ് A1 x1 y1 പ്ലസ് IG2 x2 y2 പ്ലസ് A2 x2 y2. സോ ഈ കേസിൽ ഫസ്റ്റത്തെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളുടെ IgXY എന്ന് പറയുന്നത് 0 ആണ്. സോ 0 പ്ലസ് ഏരിയ 120 × 60 × x1 എന്ന് പറഞ്ഞാൽ 120/2, y1 എന്ന് പറഞ്ഞാൽ 60/2. ഓക്കെ, അതാണ് 1630 വന്നത്. പ്ലസ് IG2 x2 y2, അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കണ്ടുപിടിച്ചത്, -b²h²/72 പ്ലസ് ഏരിയ ഹാഫ് ഇൻറ്റു BH, ഹാഫ് ഇൻറ്റു 120 ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 60 ആണ്, ഇൻറ്റു ഇനി വേണ്ടത് എന്താ, b/3, ദാറ്റ് ഇസ് 120/3 ഇൻറ്റു h/3 എന്ന് പറഞ്ഞാൽ ഇവിടെ 60/3 ഉണ്ട്, പ്ലസ് നമുക്ക് എന്താ OX-ലേക്കുള്ള ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യണം, ദാറ്റ് ഇസ് പ്ലസ് 60. ഇത്രയും ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക.